അപ്പൊ 3.5 വർഷത്തെ 12 ദിവസങ്ങളിലെ അതിപ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതുമ്പോൾ ഒന്നാമത് താൻ എഴുതി, കാനാവിലെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായി. ആ കല്യാണത്തിന് യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. അവരും അതിന് വന്നിട്ടുണ്ട്. അവിടെ വീഞ്ഞ് തീർന്നുപോയി. യഹൂദനെ സംബന്ധിച്ച് വീഞ്ഞ് തീരുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ള വിഷയം. അവന്റെ വിവാഹ സദ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് നല്ല രുചികരമായ വീഞ്ഞു കൊടുക്കുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്ന കേരളത്തിൽ ഇറങ്ങിക്കുന്ന ലഹരിയൊന്നും അല്ല സാധനം. പ്രൈസ് ദി ലോർഡ്. അത് യഥാർത്ഥമായ ഒറിജിനൽ മായം ചേരാത്ത മുന്തിരിയിൽ നിന്നും എടുക്കുന്നതാണ് വീഞ്ഞ്. ഈ വീഞ്ഞ് തീരുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കൂട്ടുള്ള കേറ്ററിംഗുകാർക്കോ ഒന്നും ഓർഡർ കൊടുത്തേക്കുന്ന കേസല്ല. നിങ്ങൾ ആ സംഭവം ശ്രദ്ധിച്ച് കേൾക്കണം. യഹൂദന്റെ വീട്ടിൽ ഒരു മകനോ മകളോ ജനിക്കുന്നതിന് മുമ്പേ ഈ പെൺകുട്ടിയുടെ വീട്ടിലാണ് പെൺകുട്ടിയുടെ പ്രസവം നടക്കുന്നത് യഹൂദന്റെ നാട്ടിൽ. അപ്പൊ അവൻ താമസിക്കുന്ന കൊച്ചു കൂടാരത്തിനോട് ചേർന്ന് അതിനുവേണ്ടി ഒരു റൂമുണ്ട്. ആ റൂമിൽ പ്രസവത്തിന്റെ ഡേറ്റ് ആകുന്നു എന്ന് കാണുന്നതിന് ഒരാഴ്ച മുമ്പേ സൂതികർമ്മിണിയെ വരുത്തും. സൂതികർമ്മിണി വന്ന് ഇവളും സൂതികർമ്മിണി മാത്രമാണ് ആ മുറി പിന്നെ താമസിക്കുന്നത്. അതിനൊരു ചെറിയ കിളിവാതിലുണ്ട്. ഈ ജനിക്കാൻ പോകുന്ന കൊച്ചിന്റെ അപ്പൻ തൻ്റെ വീട്ടിൽ പിറക്കാൻ പോകുന്ന തൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ അതൊരാഘോഷമാക്കി മാറ്റാൻ ഏറ്റവും നല്ല പാട്ടുകാരെ നമ്മുടെ സിംസോൻ മാർട്ടിൻ പോലുള്ള നല്ല ടീമിനെ വിളിച്ചു വരുത്തും. ഇതുപോലുള്ള സംഗീത ഉപകരണങ്ങളെല്ലാമായിട്ട് വിളിച്ചു വരുത്തും. അവരെല്ലാം വന്ന് മുറ്റത്ത് ക്യാമ്പ് അടിച്ചേക്കുക. പ്രസവം നടന്ന് കൊച്ചകത്ത് കരയുമ്പോൾ ഈ കിളിവാതിൽ തുറന്ന് സൂതികർമ്മിണി പുറത്തോട്ട് വിളിച്ചു പറയും, നമ്മുടെ മറിയ പ്രസവിച്ചു, കൊച്ച ആണാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവർ പരിപാടി തുടങ്ങുക. അവരുടെ സംഗീത ഉപകരണങ്ങളെല്ലാം കൂടി ഉപയോഗിച്ച് ഭയങ്കര ആർപ്പോട് കൂടിയുള്ള ആഘോഷം 3 ദിവസം നീണ്ടു നിൽക്കും. ഒരലേലിയ പറയണം. അതിന് മുഴുവൻ ചെലവും കൊച്ചിന്റെ അപ്പന്റെ ചെലവാണ്. ടീം എത്രയും ശക്തമാണോ അത്രയും കേമനാണ് അപ്പൻ. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ കയ്യിലെ പണത്തിന്റെ ഗമ അനുസരിച്ചായിരിക്കും പ്രോഗ്രാം. പക്ഷെ പെണ്ണാണ് ജനിക്കുന്നതെങ്കിൽ ഇതേ സൂതികർമ്മിണി കതകിന്റെ ആ കിളിവാതിൽ തുറന്ന് പറയും, മറിയ പ്രസവിച്ചു, കൊച്ചു പെണ്ണാന്ന് പറഞ്ഞാൽ ഇവർ ഈ സാധനമെല്ലാം നേരം പൂട്ടിക്കെട്ടും. കെട്ടി അവർ വന്ന പോലെ തിരിച്ചു. പാട്ടുമില്ല, ആഘോഷമില്ല. നിങ്ങൾ വിഷമിക്കല്ല. യഹൂദന്റെ കാര്യമാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ യേശു ജനിക്കുമ്പോൾ അപ്പനെന്ന യോസപ്പിന്റെ കയ്യിൽ കീറ്റുശീല മേടിക്കാൻ കാശില്ല. എന്തിനേറെ നല്ല ലോഡ്ജ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഇടം കിട്ടിയില്ലെന്ന. അവർക്കിടം കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലമില്ലെന്നല്ല, യോസപ്പിന് സ്ഥലം കിട്ടിയില്ല. കാരണം അവൻ്റെ ഈ അന്ന് രാത്രിത്തെ വാടക കൊടുക്കാനുള്ള പൈസ ഇല്ല. അതാ പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വഴിയിൽ പ്രസവിച്ചതിനെ കാലിത്തൊഴുത്തിക്കൊണ്ട് കിടത്തി. 5 പൈസയ്ക്ക് ഗതിയില്ലാത്ത യോസഫ് എവിടെ പാട്ടുകാരെ വിളിക്കാനാ? മനസ്സിലാകുന്നുണ്ടോ? പക്ഷെ കൊച്ച് യോസഫിന്റെ അല്ലാത്തതുകൊണ്ട് പാട്ടുകാരെ ഇറക്കാന്നുള്ള കൊച്ചിന്റെ അപ്പന്റെ ഡ്യൂട്ടിയാ. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഗായക സംഘം ഇറങ്ങി. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. നല്ല അല്ലടി രാത്രി പറയണം. പിന്നെ യോസഫിന്റെ കൊച്ചായിരുന്നെങ്കിൽ യോസഫ് പാട്ടുകാരെ വിളിച്ചാൽ മതി. പക്ഷെ കൊച്ചു യോസഫിന്റെ അല്ലല്ലോ, കൊച്ചു ദൈവത്തിന്റെ പുത്രനല്ലേ. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഗായക സംഘം ഇറങ്ങി. ഉലകത്തിൽ ഒരു ആൺകൊച്ചുണ്ടായപ്പോൾ സ്വർഗത്തിൽ നിന്ന് പാട്ടുകാരിറങ്ങി ഒറ്റ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന്റെ യേശുവിന്റെ ജനനത്തിങ്കല. കരമടിച്ച് രാത്രി നല്ലൊരു ഹല്ലേലൂയ പറയണം. യേശു ജനിച്ചപ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് എന്ന് സ്വർഗീയ ദൂതന്മാര് പാട്ടുപാടി കരമടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ പെങ്കൊച്ചിനെയാണ് ലഭിച്ചതെങ്കിൽ അപ്പന്റെ ബാധ്യതകൾ കൂടുകയാണ്. അതുകൊണ്ട് കൊച്ചിനെ ഒന്നാമത്തെ ബർത്ത്ഡേ വരുമ്പോൾ നമ്മുടെ അടുത്ത ബേക്കറി കയറി 50 ജിലേബിയോ 50 ലഡുവോ മേടിച്ചുകൊണ്ട് ഹോളി വന്ന് ഉപദേശിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്ന പരിപാടിയല്ല അവിടെ. സ്തോത്രം. അവിടുത്തെ പരിപാടി 10 പറ കൊള്ളുന്ന ഒരു കൽപ്പരണി നിറയെ നല്ല വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത ഒറിജിനൽ വീഞ്ഞ് കെട്ടിയ കൊച്ചിനെ മുറി കൊണ്ട് വെക്കും.
കൊച്ചിന് 25 വയസ്സാകുമ്പോൾ ആ കല്യാണമെന്നിരിക്കട്ടെ, ആണെങ്കിൽ ആ കൊച്ചിൻ്റെ മുറിക്കകത്ത് 25 കൽപ്പരണി അപ്പൻ്റെ കരുതലായ വീഞ്ഞുണ്ട്. ഒരു കൽപ്പരണി 10 പറയാണെങ്കിൽ പ്രൈസലോ ഒരു പറ 10 ഇടങ്ങഴിയാണ് അല്ലേ? അങ്ങനെ 10 പറ വെച്ചുള്ള 25 കൽപ്പരണി. അപ്പൊ 250 ഇടങ്ങഴി, 250 പറ വീഞ്ഞവിടെ ഇരിക്കുക. അതൊരായുസ് മുഴുവനുള്ള തൻ്റെ മകൾക്ക് വേണ്ടിയുള്ള അപ്പൻ്റെ കരുതല. ഒരു സ്തോത്രം പറയണം. വീഞ്ഞ് തീർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരായുസ് മുഴുവൻ അപ്പൻ തൻ്റെ തലമുറയ്ക്ക് വേണ്ടി കരുതി വെച്ചത് തീർന്നു പോയെന്ന്. ഈ രാത്രിയിൽ യേശു അടയാളങ്ങളുടെ ആരംഭം ചെയ്തെന്ന് പറഞ്ഞാൽ അപ്പന്റെ സാധ്യത മങ്ങിയപ്പോൾ, അപ്പന്റെ കരുതൽ തീർന്നപ്പോൾ, മാനുഷികമായ കരുതലുകൾ പറ്റിയപ്പോൾ, വറ്റാത്ത ഒരു കരുതലുമായി യേശു ആ കൂടാരത്തിൽ വന്നെങ്കിൽ ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മ ഇടപെടുകയാ. നീ സൂക്ഷിച്ചു വെച്ചതൊക്കെ ഒരു പക്ഷെങ്കിൽ മാറിപ്പോയാലും, സമയം വരുമ്പോൾ ഉതകാതെ പോയാലും, ഇന്ന് രാത്രിയിൽ ഒറ്റ വാക്കുകൊണ്ട് നിന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിവുള്ള ഒരു യേശു ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രമേ കരമടിച്ച് പ്രൈസലോ. ഇത് കലവറയെ സംഭവിച്ച കാര്യമാണ്. ഗസ്റ്റായിട്ട് വന്ന ആരും ഇത് അറിഞ്ഞിട്ടില്ല. സ്തോത്രം. നല്ല കേറ്ററിംഗുകാരനാണെങ്കിൽ വിരുന്നുപാടി, അന്ന് വിരുന്നുപാടിയുണ്ട്, ഇപ്പോഴത്തെ കൂട്ട് കേറ്ററിംഗുകാരല്ല, അതൊക്കെ വിരുന്നുപാടി മുണ്ടൊക്കെ ഇങ്ങനെ മടക്കി കുത്തുമ്പോൾ ഫ്രണ്ട് വശം താഴോട്ട് ഇങ്ങനെ ഇട്ട് ഒരു പ്രത്യേക രീതിയിൽ മുണ്ടെടുത്ത് അരയ്ക്കൊരു തോർത്തൊക്കെ കെട്ടി പുള്ളിയാണ് ഈ കാര്യമെല്ലാം ചെയ്യുന്നുള്ള ഒരാളായിട്ടാണ് നിൽക്കുന്നത്. അന്ന് വീട്ടിൽ തന്നെയാ പന്തലൊക്കെ. വീട്ടിൽ പന്തലിട്ട് കല്യാണം നടത്തിയവരുണ്ടോ ഇവിടെ? ഉണ്ട്. വളരെ മനോഹരമാണ്. അതിൻ്റെ ഒരു മൂലയ്ക്ക് കലവറയുണ്ട്, നല്ല പഴം പഴുത്ത് നിൽക്കുന്നു, പുളിശ്ശേരി, എരിശ്ശേരി, മീൻകറിയൊക്കെ അതിനകത്തിരിക്കുന്നു. നമ്മളിങ്ങനെ മണം പിടിച്ച് പുറകെ കൂടെ നടക്കുന്നു. വിരുന്നുപാടി അറിയാതെ ആ മുറി കയറാനായിട്ട് ആർക്കും മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ള വീട്ടിനകത്ത് വീഞ്ഞു തീർന്നു. ഈ കാര്യം മറിയെ അറിഞ്ഞു. മറി അത് യേശുവിനോട് പറഞ്ഞു. യേശു അത് ആരോടും പറഞ്ഞില്ല. എന്നിട്ട് മറിയ പറഞ്ഞു അവൻ എന്തേലും പറയാതെ അങ്ങ് ചെയ്തോണം, ചോദ്യം ചെയ്യാതെ. യേശു നോക്കിയപ്പോൾ ഇത് കലവറയ്ക്കകത്തിരുന്ന അനുഗ്രഹമാണ്. സ്തോത്രം പറയണം. അപ്പനറിയാതെ, മണവാളനറിയാതെ, മണവാട്ടി അറിയാതെ, വിരുന്നുവാഴി അറിയാതെ എപ്പോഴോ കലവറയ്ക്കകത്തിരുന്ന അപ്പൻ്റെ കരുതൽ വീട് വിട്ടിറങ്ങി, കലവറ വിട്ടിറങ്ങി, അവൻ്റെ പറമ്പ് വിട്ടിറങ്ങി, താഴത്തെ കിണറ്റിൽ പോയി കിടക്കുക. അത് ഉയർത്താൻ ഇന്ന് രാത്രി PC ചെറിയാന്റെ കണ്ണിന് കഴിയത്തില്ല. അഗ്നിജാലക്കൊത്ത കണ്ണുള്ളവനെ കഴിയത്തുള്ളൂ. നിന്റെ കൂടാരത്തിന്റെ അകത്തിരുന്ന നന്മ നീ അറിയാതെ ഒഴുകിപ്പോയെങ്കിൽ ആരോടോ ശക്തമായി ദൈവാത്മാവ് ഇടപെടുകയാ. ഇന്ന് രാത്രിയിൽ താണുപോയ നിന്റെ അനുഗ്രഹത്തെ, നിന്റെ തലമുറയുടെ നന്മയെ ഈ രാത്രി ഒറ്റ വാക്കിൽ ഉയർത്തിക്കൊണ്ടുവരാൻ വിശ്വസിക്കുന്നവർ കരമടിച്ച് ആരാധിച്ചോ. ഈ രാത്രി മറ്റുള്ളവർക്ക് അതിശയം തോന്നുന്ന ഒരു വിടുതൽ അടയാളം ഈ ദൂത് പറയുമ്പോൾ നിന്റെ കൂടാരത്തിൽ നടക്കുകയോ. വിരുന്നുപാടി രുചിച്ചു നോക്കിയാറേ മണവാളിനെ വിളിച്ചു. എടോ താൻ എന്താ പണിയാ കാണിച്ചു? എന്നെ സമൂഹത്തിൽ അപമാനിക്കലായിരുന്നു. ഇത്രയും നല്ല സാധനം വെച്ചിട്ട് ഇതുവരെ കൊടുത്തത് എന്തുവാ? ഇതുവരെ എവിടെ വെച്ചിരിക്കുകയായിരുന്നു? ഉടനെ മണവാളൻ കണ്ണു തള്ളി. അവൻ അറിയത്തില്ല. ഉടനെ മണവാളന്റെ അപ്പനെ വിളിച്ചു. അപ്പൻ കണ്ണു തള്ളി. അവൻ അറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഈ പന്തലിരിക്കുന്ന ആരും അറിയാതെ, ഇരുചെവി അറിയാതെ, അപമാനിക്കുന്നവരറിയാതെ, കല്ലെറിയാൻ നിൽക്കുന്നവരറിയാതെ, ഒറ്റപ്പെടുത്താൻ നിൽക്കുന്നവരറിയാതെ ആ പ്രശ്നം യേശു പരിഹരിച്ചെങ്കിൽ ഇന്ന് രാത്രി ഇരുചെവി അറിയാതെ നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിലെ ശൂന്യതകളെ ഒറ്റ വാക്കിൽ പരിഹരിക്കാൻ കഴിയുന്ന വിശ്വസിക്കുന്നവരെ ആരാധിക്കാവുള്ളൂ. മണവാളിന് പോലും ആശ്ചര്യം തോന്നുന്നു. അപ്പൊ 1-ാം അധ്യായത്തിൽ യോഹന്നാന്റെ ശുശ്രൂഷ, 1-ാം അധ്യായത്തിൽ 1/2 വയസ്സ് വ്യത്യാസമുള്ള യേശുക്രിസ്തുവിന്റെ രംഗപ്രവേശനം, 2-ാം അധ്യായത്തിൽ കാനാവിലെ അടയാളം, 3-ാം അധ്യായത്തിൽ ഒരു രാത്രിയിൽ ഈ കാനാവിലെ പ്രോഗ്രാം കഴിഞ്ഞ് രാത്രിയിൽ യേശു തച്ചനായ ജോസഫിന്റെ വീടിനകത്തിരിക്കുമ്പോൾ ആ നാട്ടിലെ ഏറ്റവും പ്രമാണിയായ മനുഷ്യൻ,
യഹൂദന്മാരുടെ ഇടയിലെ പ്രമാണിയും പരീശന്മാരുടെ കൂട്ടത്തിലെ ധന്യനായ മനുഷ്യൻ, പ്രായം കൊണ്ടും പക്വത കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും ന്യായപ്രമാണത്തിന്റെ അറിവ് കൊണ്ടും ജനത്തിന്റെ ശാസ്ത്രീയായ മനുഷ്യൻ, ജനത്തെ പഠിപ്പിക്കുന്നവൻ, ജനം ആദരിക്കുന്നവൻ, രാത്രിയിൽ മുന്നറിയിപ്പില്ലാതെ യേശു പാർക്കുന്ന കൊച്ചു തച്ചന്റെ കുടിലിൽ കയറി വന്ന് യേശുവിനെ കണ്ട മാത്രയിൽ വാനോളം പുകഴ്ത്തി പറഞ്ഞു, യേശുവേ, നീ ദൈവത്തിന്റെ അടുക്കെന്ന് വന്നിരിക്കുക, അല്ലല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ ആരെ കൊണ്ടും. അപ്പൊ ഇന്നലത്തെ കാനാവിലെ കല്യാണ വീട്ടിൽ പുള്ളി ഉണ്ടായിരുന്നിരിക്കാം. സ്തോത്രം. നീ ദൈവത്തിന്റെ അടുക്കെന്ന് വന്നിരിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു, അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ ആരെ കൊണ്ടും. അത്ര ഉയർത്തി പറയുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് വരണേ. സ്വന്തം വീട്ടിൽ കയറി വന്നിട്ട് യേശുവിനെ വാനോളം അങ്ങ് പുകഴ്ത്തി. ഇപ്പം ഞങ്ങളെയൊക്കെ പുകഴ്ത്തുന്ന ഒത്തിരി പേരുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ലോകത്തിന് പുറത്തും പോയി പ്രസംഗം എന്നൊക്കെ പറയുന്നത്. ഹലോ, ആവേശം കൊണ്ട് പറയുന്ന ഞങ്ങളെ അങ്ങ് കപ്പിയെല്ലാം കിളത്തും. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കപ്പിയും കയറും കൊണ്ട് വരും, തിരിച്ചിറങ്ങി വരണ്ടേ, സ്റ്റേജിൽ നിൽക്കണ്ടേ. ഒരു സഹോദരൻ പറഞ്ഞേ, അതുപോലെ യേശുവിനെയും കിളത്തി. എൻ്റെ കൂടെ ഒന്ന് വരണേ. യേശുവിന് ഒരാളെ കാണുമ്പോൾ അവൻ്റെ ഇന്നലെ അറിയാം, ഭൂതമറിയാം, അവൻ ഇന്നറിയാം, വർത്തമാനം അറിയാം, അവൻ്റെ നാളെ അറിയാം, ഭാവി അറിയാം. ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും അറിയാവുന്ന യേശു ഇവനെ ഒന്ന് നോക്കി. യേശുവിൻ്റെ അടുക്ക് വന്ന നഥനയേലിനെ കണ്ടു പറഞ്ഞു, നീ സാക്ഷാൽ ഇസ്രായേലിൻ, നിന്നിൽ കപടമൊന്നുമില്ല. അവൻ ചോദിച്ചു, എന്നെ എവിടെ വെച്ചറിയാം? നമ്മൾ ആദ്യമായിട്ട് കാണുകയല്ലേ. ആണ് യേശു പറഞ്ഞു, നീ അങ്ങ് അത്തിയുടെ ചോട്ടിയിരിക്കുമ്പോൾ എനിക്ക് നിന്നെ അറിയാം. സ്വത്രം പറഞ്ഞേ. അപ്പൊ യേശുവിനെല്ലാം അറിയാം. യേശു നിക്കോദീമോസിനെ കണ്ടപ്പോഴേ മനസ്സിലായി ഇവനാണ്. അടുത്ത 3.5 വർഷം കഴിയുമ്പോൾ കാൽവരി ക്രൂശിൽ ആണിയടിക്കപ്പെട്ട കൈകളുമായി മുൾക്കിരീടം ധരിച്ച് കിടക്കുമ്പോൾ, നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ വിട്ട് കഴിയുമ്പോൾ എൻ്റെ ബോഡി സൂക്ഷിച്ച് ആണി ഊരി താഴെ കിടക്കുന്നത് ഈ മനുഷ്യനാ. സ്തോത്രം. ഇവന്റെ പോക്കറ്റിലെ പൈസ കൊണ്ടാണ് എന്നെ കിടത്താനുള്ള നിർമ്മലശീലം മേടിക്കുന്നത്. അതിനകത്ത് എൻ്റെ ബോഡി പൊതിയാനുള്ള 100 റാത്തൽ സുഗന്ധം ഇവന്റെ കയ്യിലെ കാശിനാ മേടിക്കുന്നത്. 1 റാത്തൽ സുഗന്ധത്തിന് എത്ര വിലയാന്ന് യൂദാ വിലയിട്ടായിരുന്നു. നല്ല ബിസിനസ് മെന്റാലിറ്റിയുള്ള യൂദാ. മറിയ സ്വച്ഛ ജഡ മാംസി തൈലം കൊണ്ട് കാല് കഴിയുമ്പോൾ പറഞ്ഞത് 300 വെള്ളിക്കാശിന്. അങ്ങനെയാണെങ്കിൽ 1 റാത്തലിന് 300 കിട്ടുമെങ്കിൽ 100 റാത്തലിന് എത്ര കിട്ടുമെന്ന് വീട്ടിൽ പോയി കൂട്ടിയാൽ മതി. ഇത്രയും വിലയുടെ സുഗന്ധം എൻ്റെ ബോഡി പൊതിയാൻ ഇവന്റെ കാശ് കൊണ്ടാണ് മേടിക്കുന്നത്. എൻ്റെ മുഖം പൊതിയുന്ന റൂമാൽ ഇവന്റെ കയ്യിലെ കാശ് കൊണ്ടാണ്. സ്വതന്ത്രം പറയണം. തലഭാഗം ഇവനും പിടിച്ച്, കാൽഭാഗം നമ്മുടെ അരിമത്തിയിലെ മന്ത്രി യോസഫും പിടിച്ച്, ഉലകത്തിൽ ആരെയും വെച്ചിട്ടില്ലാത്ത പാറയിൽ വെട്ടിയ യോസഫിന്റെ കല്ലറ, തോട്ടത്തിലെ കല്ലറയിൽ അടക്കുന്നത് ഇവർ രണ്ടും കൂടാ എന്ന് യേശുവിന് അറിയാം. ഒരു സ്വതന്ത്രം പറഞ്ഞേ. എന്നിട്ടും യേശു പറഞ്ഞു, നിക്കോദീമോസേ, ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണത്തില്ല. സ്വതന്ത്രം പറയണം. ഞാൻ അതുവരെ ധരിച്ചത് നിർമ്മലശീലം മേടിച്ചു കൊടുത്താൽ സ്വർഗത്തിൽ പോകുമെന്ന, ബോർഡ് ചുമ്മിയാ സ്വർഗത്തിൽ പോകുമെന്ന, കുരിശെടുത്തോണ്ട് ഇവിടുന്ന് ചുമ്മിക്കൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ മല വരെ കൊണ്ടുവച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന. യേശു പറഞ്ഞു, കുഞ്ഞെ, ബോർഡ് ചുമന്നാലോ ക്രൂശ് ചുമന്നാലോ തിരശീല പേടിച്ചാലോ നീ സ്വർഗത്തിൽ പോത്തില്ല. സ്വർഗത്തിൽ പോണമെങ്കിൽ നീ ആരാണെങ്കിലും കുഴപ്പമില്ല. ആമീൻ ആമീൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ, നീ ദൈവരാജ്യം കാണത്തില്ല. ഇന്ന് രാത്രിയിൽ പുതുതായി ജനിച്ചവരെല്ലാം ചേർന്ന് ഒരുമിച്ചൊരല്ലേലൂയ പറഞ്ഞേ. ഇവൻ ബുദ്ധിമാനായ മനുഷ്യനാ. ഒരു കാര്യം പറഞ്ഞ് അന്നേരം കാര്യം ഗ്രഹിക്കുന്നവനാ. എന്നിട്ടും പുള്ളി ഗ്രഹിച്ചില്ലാത്തതുപോലെ യേശുവിൻ്റെ അടുക്കെ കിടന്നൊന്ന് ഉരുണ്ടു. അവൻ ചോദിച്ചു, കർത്താവേ, എനിക്ക് ഇത്രയും പ്രായമൊക്കെ ആയി, ഇനി ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ പോയി ഒന്നുകൂടെ ജനിക്കാനൊക്കെ പറഞ്ഞാൽ അതുവല്ല നടക്കുന്ന കാര്യമാണോ? ഒന്നും അറിയാൻ വയ്യാത്ത പൊട്ടം കളിക്കുക. നമ്മുടെ ഭാഷ പറഞ്ഞ് നമ്മളെ പൊട്ടം കളിപ്പിക്കുക. എല്ലാം പുള്ളിക്ക് മനസ്സിലായി. സ്നാനം ശരിയാണെന്നും രക്ഷിക്കപ്പെടുന്നത് ശരിയാണെന്നും മാനസാന്തരം വേണമെന്നും എല്ലാം മനസ്സിലായിട്ടും മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുക.
മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ യേശു പറഞ്ഞു, നിക്കോദീമോസേ, എടാ ജഡത്താ ജനിച്ചതെല്ലാം ജഡമാണ്, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാണ്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് തൂതുന്നു, അത് അയച്ചവന്റെ കാര്യം സാധിച്ചു മടങ്ങിപ്പോകുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. എവിടുന്ന് വരുന്നെന്നോ എവിടേക്ക് പോന്നെന്നോ കാറ്റിന് ഒരു ഹല്ലേലൂയ പറയണം, നല്ല സ്തോത്രം പറയണം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വണ്ടി ഓടിക്കുന്ന സഹോദരനുണ്ട്, ഞങ്ങൾ രണ്ടും കൂടെ കൺവെൻഷൻ കഴിഞ്ഞിട്ട് കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ഒരു സ്നേഹിതനായ രോഗിയെ കാണാൻ വേണ്ടി രാത്രി 11 മണി കഴിഞ്ഞാണ് അവിടെ ചെല്ലുന്നത്. പ്രത്യേക പെർമിഷൻ എടുത്ത് ഞാൻ അകത്ത് കയറി ഐസിയുവിനകത്ത്, ക്രിട്ടിക്കൽ ഐസിയുവിനകത്തുള്ള ബാഡി കയറി പുള്ളിയെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ഈ ഉപകരണങ്ങളുടെയൊക്കെ സഹായത്തോടെ ഒരു ചെയറിലിരുന്നിട്ട് ഞാൻ ചെന്നപ്പെടുത്തേന് ഏതോ ദൈവദൂതൻ ചെല്ലുന്നത് പോലെ ഈ കൈയൊക്കെ കൂപ്പി വളരെ ഭക്തിയോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആ മനുഷ്യനോട് സംസാരിക്കാൻ പറഞ്ഞു, പാസ്റ്റർ വന്ന് കയറിയപ്പോൾ തന്നെ ഒരു തണുത്ത കാറ്റ് റൂമിൽ അടിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഒരല്ലേ പറഞ്ഞേ, അങ്ങനെയാണ് നീ ചെന്ന് കഷ്ടതയുള്ളവൻ്റെ വീട്ടിൽ കയറുമ്പോൾ ഒരു കാറ്റടിക്കുക. നല്ല അല്ലല്ലിയ പറയണം. പ്രതികൂലത്തിയിരിക്കുന്ന, രോഗിയായിരിക്കുന്ന, ക്ഷീണിതനായിരിക്കുന്ന, അല്ലെ സാഹചര്യ ജീവിതത്തിന്റെ വഴികൾ അടഞ്ഞിരിക്കുന്ന ഒരുവന്റെ വീട്ടിൽ കൃപ പ്രാപിച്ച നീ, അഭിഷേകമുള്ള അഭിഷക്തൻ ചെന്ന് കയറുമ്പോൾ ആ വീട്ടിലൊരു കാറ്റടിക്കുകയാ. ചേർന്ന് ദൈവത്തെ സ്തുതിച്ചേ. അപ്പൊ യേശു പറഞ്ഞു, നിക്കോദീമോസേ, കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു. 1984 കാറ്റ് ബെച്ചൂച്ചിറയിൽ ഊതി. പത്തനംതിട്ട ജില്ലയുടെ അങ്ങേ കിഴക്കേ മലയോര ഗ്രാമമായ ബെച്ചൂച്ചിറയിൽ മദ്യപിച്ച് മതോന്മത്തനായി നിരവധി കേസുകളിൽ പ്രതിയായി ആർക്കും വേണ്ടാത്ത ഒരു വേസ്റ്റായി വീട്ടുകാരും നാട്ടുകാരും രാഷ്ട്രീയക്കാരും ഒക്കെ വെറുത്ത് അല്ലെ വഴിയോരത്ത് ജീവിതം അവസാനിപ്പിക്കുവാൻ 4 കുപ്പി വിഷം കുടിച്ചിട്ട് ചാകാതെ, ഒരു സ്തോത്രം പറയണം, റെയിൽവേ പാളത്തെ പോയി തല വെച്ചിട്ട് ചാകാതെ, വലിയ അരുവിച്ചാട്ടത്തിൽ പോയി എടുത്ത് ചാടിയിട്ട് ചാകാതെ, മരിക്കാൻ നോക്കിയിട്ടൊക്കാതെ നിരാശരായി നിൽക്കുന്ന എൻ്റെ മേൽ 84 ജൂലൈ 22 കാറ്റടിച്ചു. ആ കാറ്റാണ് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ എന്നെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഈ കാറ്റ് നിന്റെ മേലടിച്ചാൽ, നിന്റെ കുടുംബത്തിലടിച്ചാൽ, നിന്റെ തലമുറയിലടിച്ചാൽ അഴിയപ്പെടാത്ത ഒരു പോരുമില്ല. നിന്നെ നോക്കി, നിന്റെ കുടുംബത്തെ നോക്കി ദുഷ്ടപിശാച് കെട്ടിയ സകല കെട്ടുകളെ ഇന്ന് രാത്രി അഴിക്കാൻ കരുത്തുള്ള ഒരു കാറ്റ് ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിന്റെ കൂടാരത്തിൽ അഴിയുകയോ. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ഹല്ലേലൂയ. ഓ, രക്തത്താലേ ജയം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കപ്പയുടെ ചോട്ടിൽ എല്ലുപൊടിയായിട്ടൊക്കെ പോകേണ്ടി എന്നെ കഴിഞ്ഞ 42 വർഷങ്ങളായി ജയത്തോടെ നടത്തുന്നത് അന്നടിച്ച ദൈവത്തിന്റെ ഒരു കാറ്റ. ഈ കൺവെൻഷന്റെ 17ാമത്തെ രാത്രിയിൽ ആ ആത്മാവിന്റെ കാറ്റ് ഇവിടെ അടിക്കുന്നുണ്ട്. ഏതൊക്കെയോ കൂടാരങ്ങൾക്കകത്ത് നീ എഴുതിത്തള്ളിയ ചില തലമുറകളുടെ മേൽ, സാധ്യതയില്ലെന്ന് പറഞ്ഞ ചില വിഷയത്തിന്മേൽ ഇന്ന് രാത്രി നിന്റെ ഭർത്താവിന്റെ മേൽ, നിന്റെ ഭാര്യയുടെ മേൽ, നിന്റെ കുഞ്ഞിന്റെ മേൽ, ഓ വിശ്വസിക്കുന്നവര് ഹല്ലേലൂയ, ഈ 17ാമത്തെ രാത്രിയിൽ പുതിയ ദൈവത്തിന്റെ ആലോചന ഏറ്റെടുക്കുക. ഒരു കാറ്റടിക്കുകയോ. വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തമായ വാക്യം യേശു നിക്കോദീമോസിന് കൈമാറുകയാണ്. നിക്കോദീമോസേ, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് പുത്രനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് നിന്നെ സ്നേഹിക്കുന്നു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ പകച്ചു നിൽക്കുമ്പോൾ ദൈവം പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും നീ ജനിച്ചില്ലെങ്കിൽ കണ്ട സ്വർഗത്തിൽ കടക്കത്തില്ല.
കാണണമെങ്കിൽ നീ പുതുതായി ജനിക്കണം. കടക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. സന്തോഷമുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേരെ. ഈ 17ാമത്തെ രാത്രി വരെയും വെള്ളത്താലും ആത്മാവിനാലും ജനിക്കാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ ഇന്ന് രാത്രിയിൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവന്റെ വചനമനുസരിച്ച് അവന്റെ കൽപ്പന പ്രമാണിച്ച് നീ സ്നാനപ്പെട്ട് യേശുവിനെ ആരാധിക്കണം. സന്തോഷമുണ്ട്, പ്രാഗൽഭ്യത്തോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അടുത്ത അധ്യായത്തിലേക്ക് യേശു വരുമ്പോ യോഹന്നാൻ എഴുതുകയാണ്, അവന് ഗലീലയിൽ നിന്നും നടന്ന് ശമരിയിലെത്തി. അന്നൊരു യഹൂദൻ ശമരിയിൽ കൂടെ പോകാറില്ല. ഇങ്ങേയറ്റത്ത് ഗലീല, അങ്ങേയറ്റത്ത് യഹൂദ, നടുക്ക് ശമരിയ. അപ്പൊ ഈ നടുക്ക് കിടക്കുന്ന ശമരിയിൽ കൂടെ കാല് ചവിട്ടിയാൽ സമ്മിശ്ര ജാതി പാർക്കുന്നിടത്ത് യഹൂദൻ പോകാറില്ല. അവനവൻ യഹൂദന് ഗലീല പറഞ്ഞേ പടകെ കയറി ഗലീല കടലിൽ കൂടെ ഇവിടെ വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? തിരിച്ചു പോണേ പടകെ കയറി കടലിൽ കൂടെ അപ്പുറത്ത് പോന്നേ. ഈ ശമരിയെ പോത്തില്ല. ആരും വഴി നടക്കാൻ അറയ്ക്കുന്ന ശമരിയിൽ യേശു നടന്നു. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിൽ വരാൻ പലർക്കും അറപ്പായിരിക്കും, വെറുപ്പായിരിക്കും. പക്ഷെ 17ാമത്തെ രാത്രിയിൽ എല്ലാവരും വെറുക്കുന്ന നിന്റെ കൂടാരത്തിൽ, നിന്റെ വിഷയത്തിൽ കാലെടുത്ത് ചവിട്ടി വരാൻ കഴിയുന്ന ഒരു യേശു ഇവിടെയുണ്ട്. ഓ ഹല്ലേലൂയ. യേശു ഏതാണ്ട് 90 മൈലുകളോളം നടന്ന് ക്ഷീണിച്ച് ശമരിയിലെ ഒരു കിണറിന്റെ കരയിൽ നട്ടുച്ച നേരത്ത് വന്നു. ശിഷ്യന്മാരോട് പറഞ്ഞു, അടുത്തുള്ള ഗ്രാമത്തിൽ പോയി ആഹാരം കൊണ്ടുവരാൻ പറഞ്ഞു. അവർ ആഹാരം കൊള്ളാൻ സമയത്ത് യേശു തനിച്ച് കിണറ്റുകരയിരിക്കും. നട്ടുച്ച നേരം ഒരു ശമരിയക്കാരി സ്ത്രീ വെള്ളം കോരാനായി വരികയാണ്. യേശു ഈ സ്ത്രീയെ കണ്ടപ്പോഴേ പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് അല്പം കുടിക്കാൻ തരുമോ? സ്ത്രീ യേശുവിനെ ഒന്ന് നോക്കിയപ്പോൾ വസ്ത്രധാരണം കൊണ്ടും മുഖത്തെ തേജസ് കൊണ്ടും ഇവൻ യഹൂദനാന്ന് മനസ്സിലായി. യഹൂദനെ കണ്ടാൽ അറിയാം, ദൈവമക്കളെയും കണ്ടാൽ അറിയണം. സ്തോത്രം പറയണം. നിന്നെ കണ്ടാ ദൈവപൈതലാണെന്ന് അറിയണം. നീ ദൈവപൈതലാണെന്ന് അറിഞ്ഞ പിശാചിന്റെ പാളയം ഞെട്ടും. നമ്മുടെ ഏലിശ ഒരു വലിയ ധനാഠ്യയായ സ്ത്രീയുടെ വീടിന്റെ പടിക്കക്കൂടെ 1-2 പ്രാവശ്യം നടന്നുപോയി. ആ സ്ത്രീ അകത്തിരുന്നുകൊണ്ട് ഈ മനുഷ്യനെ കണ്ടിട്ട് തൻ്റെ കെട്ടിയോനോട് പറയാണ്, അച്ചായ, നമ്മുടെ പടിക്കക്കൂടെ ഈയിടെയായി കൂടെയായി ഒരു ദൈവപുരുഷൻ നടന്നു പോകുന്നുണ്ട്. സ്തോത്രം പറഞ്ഞേ. ഒരു ചട്ടമ്പി പോകുന്നല്ല പറഞ്ഞ്, ഒരു ഗുണ്ടാത്തലവൻ പോകുന്നല്ല പറഞ്ഞ്, ഒരു ദൈവപുരുഷൻ. സ്തോത്രം പറയണം. എടാ, നീ പോകുന്ന കണ്ട ദൈവ പൈതലാന്ന് തോന്നണം. അപ്പൊ യേശുവിനെ കണ്ടപ്പോഴേ ശമരിയാക്കാരിക്ക് മനസ്സിലായി ഇവൻ ആരാണ്? യഹൂദനാണ്. അപ്പൊ അവർ ചോദിച്ചു, നീ ഒരു യഹൂദനായിരിക്കെ ശമരിയക്കാരിയായി എന്നോട് വെള്ളം ചോദിക്കുന്നു? യേശു പറഞ്ഞു, നീ ദൈവത്തിന്റെ ദാനം. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞേ, നീ ദൈവത്തിന്റെ ദാനമാണെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ദൈവത്തിന്റെ ദാനമാണ്. നല്ല അല്ലലിയ പറയണം. നീ ദൈവത്തിന്റെ ദാനം. നിന്നോട് വെള്ളം ചോദിക്കുന്ന ഞാൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് വെള്ളം ചോദിച്ചേനേയും ഞാൻ നിനക്കൊരിക്കലും ദാഹിക്കാത്ത വെള്ളം തന്നേനേയും. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോ അവൾക്ക് ഭയങ്കര സന്തോഷം. അവള് പറഞ്ഞു, യജമാനനെ, ഞാൻ ഇവിടത്തോളം വന്ന് ഈ വെള്ളം കോരാതിരിക്കുവാൻ ആ വെള്ളം എനിക്ക് തരണം. ജീവന്റെ വെള്ളം. യേശു സാക്ഷാൽ ജീവന്റെ ഉറവ. ഒരല്ലേ പറഞ്ഞേ, ഇന്ന് രാത്രി അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഇന്ന് രാത്രി ഒഴുകിക്കൊണ്ടിരിക്കുകയാ. ഏറ്റെടുക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. അത് ഇന്ന് രാത്രി നരിയാണിയോളമല്ല, അത് അരയോളമല്ല, മുട്ടോളമല്ല, നീന്തിയിട്ടല്ലാതെ കിടപ്പാൻ കഴിയാത്ത ഒരു പ്രവാഹമായി ഒഴുകുകയാ. അപ്പൊ ഇവിടെ പറഞ്ഞ യജമാനനെ, യഹൂദനെന്ന് വിളിച്ചവളിപ്പോളെ യേശുവിനെ എന്താ വിളിക്കുന്നേ? യജമാനനെ. അപ്പൊ യേശു പറഞ്ഞ സ്ത്രീയെ വെള്ളം തരാം, അതിന് പ്രശ്നമൊന്നുമില്ല, തരാനാ ഞാൻ വന്നേ. നിന്നോട് വെള്ളം മേടിച്ച് കുടിക്കാൻ വന്നാൽ നിനക്ക് വെള്ളം തരാൻ വന്നതാ. പക്ഷെ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ഭർത്താവിനെ പോയി വിളിച്ചോണ്ടോ. അപ്പൊ അവള് പറഞ്ഞു, എൻ്റെ കല്യാണമൊന്നും നടന്നിട്ടില്ല, പിന്നെ തൻ്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം മാറിപ്പോയതുകൊണ്ട് അനുയോജ്യരായ വരന്മാരിൽ നിന്നും വിവാഹബന്ധം ആലോചിക്കാൻ ആഗ്രഹിക്കുന്ന പത്രത്തിൽ ഇട്ടിട്ടേ ഉള്ളൂ, കല്യാണമൊന്നും ഉണ്ടെന്നില്ല.
പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ഒരു 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 വിശുദ്ധയായിട്ട് അങ്ങ് അഭിനയിച്ചു. ആരുടെ മുമ്പിലാണെന്നറിയാമോ? യേശുവിൻ്റെ മുമ്പിൽ. യേശു പറഞ്ഞ, സ്ത്രീയെ, നീ പറഞ്ഞത് ശരിയാ. നിനക്ക് 5 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തേത് ഭർത്താവ് ആയിട്ടില്ല, ആകാൻ വേണ്ടി ആലോചിക്കുന്നേ ഉള്ളൂ. ഈ എവിടെ ഞെട്ടിത്തരിച്ചു പോയി. ഒരു സ്വോത്രം പറയണം. ഇന്ന് രാത്രി നീ ഇരിക്കുന്നതും എഴുന്നേക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും അറിയുന്ന ഒരു ദൈവം, നിന്നെ നന്നായി വിവേചിക്കുന്ന ഒരു ദൈവം, നിന്റെ രഹസ്യവും പരസ്യവും അറിയാവുന്ന ദൈവം, അവന്റെ ദൃഷ്ടിയിൽ മറഞ്ഞതൊന്നുമില്ല. വിശ്വസ ദൈവത്തെ സ്തുതിക്കട്ടെ. യേശു അവരുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തിയപ്പോൾ അവൾ ഭയപ്പെട്ടു പോയി. അവൾ ചോദിച്ചു, നീ ഒരു പ്രവാചകനാ? നോക്കിയേ, യഹൂദനാന്ന് പറഞ്ഞു, യജമാനാന്ന് പറഞ്ഞു, ഇപ്പൊ പറയാ നീ ഒരു പ്രവാചകനാന്ന് പറഞ്ഞപ്പോ ഇവൾ ആ കാര്യങ്ങളെല്ലാം മാറ്റി, വെള്ളപ്രശ്നവും വിട്ടു, ആ വിഷയമെല്ലാം വിട്ടേച്ച് പറഞ്ഞു, നിങ്ങൾ ആ മലയിൽ ആരാധിക്കുന്നത്, ഞങ്ങൾ ഈ മലയിൽ പ്രൈസലോ, നിങ്ങൾ അവിടുത്തെ കിണറ്റിന്ന് കുടിക്കുന്നത്, ഞങ്ങൾ ഇവിടുത്തെ കിണറ്റിന്ന്, ഞങ്ങളുടെ കിണറ് മോശം, ഞങ്ങളുടെ കിണറ് യാക്കോബ് കുഴിച്ച എന്നാൽ ഞങ്ങൾ നല്ല പാരമ്പര്യമുള്ളവര്. ഒരു സ്വതന്ത്രം പറഞ്ഞു. ഇതെല്ലാം ആരോട് പറയുക? യേശുവിനോട് പറയുക. അപ്പോ ആരാധനയെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശു ലോകം അറിയേണ്ട ഏറ്റവും വലിയ സത്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. യേശു പറഞ്ഞു, സ്ത്രീയെ, ആ മലയിലുമല്ല ആരാധന, ഈ മലയിലുമല്ല ആരാധന. സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പിതാവായ ദൈവം ഇച്ഛിക്കുന്നു. ഒരു നല്ല സ്തോത്രം ഈ രാത്രി പറയണം. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ചേ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പിതാവായ ദൈവം ഇച്ഛിക്കുന്നെന്ന് പറഞ്ഞത് യേശുവാ. അങ്ങനെയാണ് ആരാധിക്കണമെന്നുള്ളത് പാട്ടുകാരുടെ താല്പര്യമല്ല, പ്രസംഗകന്റെ താല്പര്യമല്ല, ഉപദേശിയുടെ താല്പര്യമല്ല. ആരാധിക്കണമെന്നുള്ള ദൈവത്തിന്റെ ആഗ്രഹമാ. ഇന്ന് രാത്രി ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആരാധിക്കുന്നവരൊക്കെ ചേർന്ന കരമൊന്ന് അടിച്ചു ദൈവത്തെ ഒരു നിമിഷം ആരാധിച്ചേ. അഴിയാത്ത ചങ്ങലകളില്ല, പൊട്ടാത്ത ബന്ധനങ്ങളില്ല, ഒടിയാത്ത നുകങ്ങളില്ല. സകല വഴികളും ആരാധനയിൽ ഈ രാത്രി ദൈവം തുറക്കുകയാണ്. ഹല്ലേലൂയ. ആരാധനയുടെ മഹത്വം യേശു വെളിപ്പെടുത്തിയപ്പോൾ സ്ത്രീ കുടം താഴെ വെച്ചു. അവൾ പറഞ്ഞു, മശിക വരുമ്പോൾ സകലവും സത്യമായി തെളിയിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. യേശു പറഞ്ഞു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യഹൂദൻ എന്ന് വിളിച്ചു, പ്രവാചകൻ എന്ന്, യജമാൻ എന്ന് തുടർന്നു, പ്രവാചകൻ എന്ന് തുടർന്നു. മശികയെ ഇന്ന് രാത്രി 17ാമത്തെ രാത്രി സാക്ഷാൽ മശികയെ കണ്ടെത്തിയല്ലാതെ നീ മൈതാനം വിടരുത്. മശികയെ കണ്ടെത്തിയപ്പോൾ അവിടെ ദാഹം പോയി. സ്വത്രം പറഞ്ഞേ, ഈ ലോകത്തിന്റെ ദാഹം പോയിട്ട് അവൾ കുടം താഴെ ഒറ്റ ഓട്ടമാണ്. ഓടിച്ചെന്ന് പട്ടണത്തിൽ എന്ന് പറഞ്ഞു, ഞാൻ മശികയെ കണ്ടെത്തിയിരിക്കുന്നു. ഒരല്ലേലൂയ പറയണം. ഈ രാത്രി യോഗം കഴിഞ്ഞ് പോകുന്നവർ പറയണം, ഞങ്ങൾ സാക്ഷാൽ മശികയെ കണ്ടെത്തി. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ പ്രശ്നങ്ങളെ ചുമന്നൊഴിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ കുഞ്ഞാടായ സാക്ഷാൽ മശികയെ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നീ കണ്ടെത്തുമെങ്കിലോ ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഞാൻ വിവരിക്കുന്നില്ല. അടുത്ത അധ്യായം രാജപുത്രന്റെ മകന്റെ സൗഖ്യം. രാജപുത്രം എന്ന് പറഞ്ഞ് എന്നെ കൊച്ചു ചാകാൻ തുടങ്ങും. പെട്ടെന്ന് വന്നൊന്ന് സൗഖ്യമാക്കണം. യേശു പറഞ്ഞു, പൊക്കോ, നിന്റെ കൊച്ചു സൗഖ്യമായി. അവൻ പോകുന്ന വഴിക്ക് ഒരു ദാസൻ ഓടി വന്നു, നിന്റെ കുഞ്ഞ് സൗഖ്യമായെന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചോദിച്ചു, എത്ര മണിക്കാണ് സൗഖ്യമായെന്ന്? അതിപ്പോ ഒരു സ്തോത്രം പറയണേ. അവൻ ചോദിക്കണം, എത്ര മണിക്കാണ്? അന്നേരം പറഞ്ഞു, ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ്. അപ്പോൾ അവന് മനസ്സിലായി പൊക്കോളാൻ പറഞ്ഞ സമയത്താ. ഹലോ, യേശു ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞ് ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ്. ഇവൻ പൊക്കോളാൻ പറഞ്ഞപ്പോൾ അവിടെ സൗഖ്യമായി. ഇന്ന് രാത്രി ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ വീട്ടിൽ ഈ 8:50 സൗഖ്യങ്ങൾ നടക്കുന്നെന്ന് വിശ്വസിക്കുന്നവർ, വഴി തുറന്നെന്ന് വിശ്വസിക്കുന്നവർ, പോരരിഞ്ഞെന്ന് വിശ്വസിക്കുന്നവർ, ശൂന്യത മാറിയെന്ന് വിശ്വസിക്കുന്നവർ, അടുത്ത അധ്യായം
38 വർഷമായി ബെഥസ്ദ കുളക്കരയിൽ കിടന്ന ഒരു പക്ഷപാതക്കാരന്റെ സൗഖ്യമാണ്. അവിടെ എഴുതിയേക്കുന്നു, അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഒരു നല്ല അല്ലൊരു പറയാം. എന്റെ സ്നേഹിത, നിന്റെ അവസ്ഥകൾ, നിന്റെ പരിതസ്ഥിതികൾ അറിയുന്ന ഒരു യേശു അവൻ കിടക്കുന്നത് കണ്ടു. അടുത്ത് ചെന്നു, പലരും അകന്നു പോയപ്പോൾ അവൻ അടുത്ത് ചെന്നു. അവൻ ചോദിച്ചു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സൗഖ്യമാകാൻ മനസ്സുണ്ടെങ്കിൽ കിടക്കെടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. 38 വർഷം അവനെ തളച്ചിട്ട ബന്ധനം. ഓ ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ കെട്ടത്ര പഴകിയതായാൽ, ആത്മാവിരാത്രി ഏറ്റെടുക്കുന്നവര് ഹല്ലേലൂയ, നിന്റെ പ്രശ്നത്തിന്റെ പഴക്കം എത്ര ദൈർഘ്യമുള്ളതായാലും, വിട്ടുമാറാത്ത പെടുമരണങ്ങൾ, വിട്ടുമാറാത്ത അപകടങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾ, വിട്ടുമാറാത്ത ശാപമണ്ഡലങ്ങൾ ഇന്ന് രാത്രി ഒറ്റ വാക്കിൽ യേശു അഴിക്കുകയോ. ഓ റബലമനദിരദരജനരകലമനവൗഷാരമനാദര. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ 38 വർഷത്തെ ബന്ധനമഴിഞ്ഞു. അവൻ കിടക്കെടുത്തുകൊണ്ട് ഓടിപ്പോയി. ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല, ഒരു ഹല്ലേലൂയ പറഞ്ഞു. യേശു അവനെ തേടിപ്പോയി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പള്ളി വെച്ച് അവനെ കണ്ടു. അവൻ രക്ഷപ്പെട്ട് ഓടിയതാ, പക്ഷേ പള്ളി വെച്ച് അവനെ കണ്ടു. അവനെ അടുക്ക വിളി ചോദിച്ചു, സൗഖ്യമായല്ലേ? അയ്യോ, പിന്നെ അങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തു? സൗഖ്യമായി. എന്നാലൊരു കാര്യത്തിനോട് പറയുക, ഇനി മേലാൽ പാപം ചെയ്യൽ. ഒരല്ലേ പറഞ്ഞേ, സൗഖ്യമായി, ഇനി മേലാൽ. അടുത്ത വാക്ക്, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ. ഇപ്പോഴത്തെ കേസിൽ 38 വർഷമേ ഉള്ളായിരുന്നു. ഇനിയും വരാൻ പോകുന്ന 76 വർഷമാണ്. സ്വോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇപ്പോൾ വരെ നിനക്ക് 38 വർഷത്തെ കെട്ടേ ഉള്ളായിരുന്നു. നീ ഇനിയും പാപം ചെയ്താൽ വരാൻ പോകുന്നത് ആർക്കും അഴിക്കാൻ വയ്യാത്ത ജീവപര്യന്തമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യേശു പറഞ്ഞു, ഇനി മേലാൽ നീ. അടുത്ത അധ്യായത്തിൽ യോഹന്നാൻ പറയാം, അത് മറ്റാരും എഴുതാത്ത കാര്യമാണ്. ഒരു സ്ത്രീയെ വ്യഭിചാര കർമ്മം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നായെ എറിയാൻ ഓടിക്കുന്ന പോലെ കുറെ പ്രമാണികളെല്ലാം കൂടെ കല്ലെടുത്തുകൊണ്ട് ഓടിച്ചോണ്ട് വരിക. ഇവിടെ പ്രാണനും കൊണ്ട് ഈ വ്യഭിചാര കർമ്മം നടന്നിടത്തുനിന്ന് ഓടുക. ഓടി 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 വന്ന് വീണത് യേശുവിന്റെ കാക്കല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം വൈകിയാണെങ്കിലും ആ കാൽക്കൽ വീണാൽ നിന്റെ പ്രശ്നം പരിഹരിക്കുക. ഒരു സ്തോത്രം പറയണം. അപ്പൊ രക്തദാഹികളായി എറിഞ്ഞു കൊല്ലാൻ നിൽക്കുന്ന ന്യായപ്രമാണത്തിന്റെ വാക്താക്കൾ കല്ലുമായി നിൽക്കുമ്പോൾ യേശു ഇവരെല്ലാം ഒന്ന് നോക്കിയിട്ട് നിലത്തോട്ട് കുനിഞ്ഞ് നിലത്തെഴുതി. യേശു ഒറ്റ പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. അത് യുവന്മാരുടെ പേരാ. സ്തോത്രം പറയാൻ. ഈ സ്ത്രീയുമായിട്ട് ഈ കർമ്മത്തിൽ ബന്ധപ്പെട്ടവന്റെ എല്ലാം പേര് എഴുതിയപ്പോൾ ഒന്നാമത് കല്ലെറിയാൻ നിൽക്കുന്നവൻ ആദ്യം ബന്ധപ്പെട്ട്. നിങ്ങളുടെ മിണ്ടുന്നില്ല, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? യേശു പറഞ്ഞു, നിങ്ങളിൽ ഇല്ലാത്തവൻ ഇവളെ ആദ്യം ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞു. ഉദ്ഘാടനം നാട മുറിച്ച്. ഹലോ, പാപമില്ലാത്തവൻ ആദ്യം എറിയാൻ പറഞ്ഞപ്പോൾ പാപം ചെയ്തതിൻ്റെ പേര് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുക. സ്തോത്രം. അപ്പോൾ ഓരോരുത്തൻ കല്ല് നിലത്തിട്ടു. നിന്നവൻ തൊട്ട് കല്ലിട്ടിട്ട് എന്ത് ചെയ്തു? പോയി. എല്ലാവരും പോയി. അവസാനം സ്ത്രീയും യേശുവും മാത്രം ശേഷിച്ചു. ഒരല്ലേ പറഞ്ഞേ. അപ്പോൾ യേശു പറഞ്ഞു, സ്ത്രീയെ, ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലേ? അവൾ പറഞ്ഞില്ല, യജമാനനെ, എന്നെ ആരും ശിക്ഷ വിധിച്ചില്ല, ഞാനും നിന്നെ ശിക്ഷിക്കുന്നില്ല. പക്ഷേ ഇനി മേലാൽ നീ ഒരല്ലേ പറയണം. കല്ലെറിഞ്ഞു കൊല്ലണ്ട പാപം നിന്റെ മേൽ ഉണ്ടെങ്കിലും സ്നേഹിത സഹോദരി, യേശുവിന്റെ അടുക്കൽ വന്നാൽ ക്ഷണത്തിൽ നിന്റെ പാപം പരിഹരിക്കും. പക്ഷെ ഒരു കണ്ടീഷൻ, ഇനി മേലാൽ യേശുവിന്റെ അടുക്കൽ വന്ന നീ ഇനി മേലാൽ പാപം ചെയ്യല്ല. സന്തോഷമുണ്ടെങ്കിൽ ചേർന്ന് കരമടിച്ച് ദൈവത്തെ നന്നായി സ്തുതിക്കട്ടെ. ഓ, ഞാൻ വിവരിക്കുന്നില്ല. അങ്ങോട്ട് പോകുന്ന പോക്കിൽ പിറവിയിലെ ഒരു കുരുടൻ, 2 കണ്ണുമില്ല, 2 കൺകുഴിയേ ഉള്ളൂ. യേശു പോകുന്ന നമ്മൾ ഒറ്റ വിളി, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണം. യേശു നിന്നു. അവനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? അവൻ പറഞ്ഞു, എനിക്ക് കാഴ്ചയില്ല. യേശു നിലത്തോട്ട് തുപ്പല് കൊണ്ട് 2 കണ്ണുണ്ടാക്കി അവൻ്റെ ആ കുഴിഞ്ഞ കണ്ണിലോട്ട് വെച്ചു കൊടുത്ത് പറഞ്ഞു, ശീലോകാമെ പോയി കഴുകിക്കൊള്ളാം.
അവൻ കഴുകിയപ്പോൾ കാഴ്ച പ്രാപിച്ചു. ഇന്ന് രാത്രി യേശു ആരാന്നറിയാമോ? നിനക്ക് എന്താണോ ജന്മന ഇല്ലാത്തത് അതൊരു നിമിഷം ഉണ്ടാക്കി തരാൻ കഴിയുന്നവനാ. ദൂത് പറയുമ്പോൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. നിനക്ക് തലമുറ ജനിക്കത്തില്ലെന്ന് വൈദ്യശാസ്ത്രം പറഞ്ഞാൽ നീ വിശ്വസിച്ചു, അത് തരാൻ കഴിവുള്ളവനോട് വന്നിട്ടുണ്ട്. നിനക്ക് തലമുറ ജനിക്കത്തില്ലെന്ന് പറഞ്ഞാൽ നീ വിശ്വസിച്ചു. ഇന്ന് രാത്രി വന്ധ്യതകളെ മാറ്റുന്ന, ശൂന്യതകളെ മാറ്റുന്ന, ഇല്ലായ്മകളെ പണിയുന്ന ഒരു യേശുവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രം, വിശ്വസിക്കുന്നവര് മാത്രം കരമൊന്ന് ചേർത്തടിച്ച് ഹല്ലേലൂയ. ഞാൻ നിർത്തട്ടെ. അടുത്ത വാക്യം. യേശുവിന്റെ സ്നേഹിതൻ ലാസർ മരിച്ചു. കല്ലറയിൽ കൊണ്ടുവച്ചു, അടക്കി. 4 ദിവസം കഴിഞ്ഞു. 4-ാമത്തെ ദിവസം യേശു വന്നു. അവർ പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ആങ്ങള മരിക്കത്തില്ലായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ. പല വീട്ടിലും യേശു ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കത്തില്ല. മനസ്സിലായില്ല? ആ വിഷയം വന്നപ്പോൾ യേശു നിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കത്തില്ല. വൈകിപ്പോയിട്ടില്ല. ഇനിയെങ്കിലും അത് സംഭവിക്കാതിരിക്കാൻ, സംഭവത്തിന്റെ തുടർച്ചകൾ നടക്കാതിരിക്കാൻ, ഇന്നലകളിൽ സംഭവിച്ചതിന്റെ വാക്കി നടക്കാതിരിക്കാൻ നീ ഇന്ന് രാത്രി യേശുവിനെ കൂടെ കൂട്ടിക്കോണം. സന്തോഷമുണ്ട്. നല്ലൊരു ഹല്ലേലൂയ രാത്രി പറയണം. കരമടിച്ചു ദൈവത്തെ ഒന്ന് ആരാധിക്കണം. ഹല്ലേലൂയ. അവൾ പറഞ്ഞു, യേശുവേ, നീ ഉണ്ടായിരുന്നെങ്കിൽ. ഓ ഹല്ലേലൂയ. അപ്പൊ അവക്ക് ഇതുവരെ അറിയാവുന്ന യേശു ജീവന്റെ അപ്പമാണെന്നറിയാം, യേശു വാതിലാന്നറിയാം, വഴിയാന്നറിയാം, മുന്തിരിയാന്നറിയാം, പ്രൈസ് ദി ലോർഡ്, സത്യമാണെന്നറിയാം. പക്ഷെങ്കിൽ അവക്കറിയത്തില്ലാത്തൊരു കാര്യം യേശു പറയുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ ബൈബിൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ഇവള്. യേശു പറഞ്ഞു, സ്ത്രീയെ, ഞാൻ സാക്ഷാൽ പുനരുത്ഥാനവും ജീവനുമാണ്. അല്ലേ പറയണം. എന്താ പുനരുത്ഥാനം? തകർന്നു പോയതിനെ, ചത്തുപോയതിനെ പുനരുദ്ധരിക്കുന്ന. സ്വത്രം പറഞ്ഞില്ല. നിർജീവമായി പോയതിനെ പുനരുദ്ധരിക്കുന്നവനാണ്. യേശു പറഞ്ഞു, ഞാൻ സാക്ഷാൽ പുനരുത്ഥാനവും. ഈ ദൂത് പറയുമ്പോൾ പല കുടുംബത്തിൽ പുനരുദ്ധരിക്കാൻ പോകുകയാ. ഉദ്ധരിക്കപ്പെടത്തില്ലെന്ന് ദൂതൻ വാത് കെട്ടിയ നിന്റെ കുടുംബത്തിന്റെ ഉള്ളറകളിൽ ഇന്ന് രാത്രിയിൽ ദൈവം ചിലതിനെ ഉദ്ധരിക്കാൻ പോകുകയാ. നിന്റെ കുടുംബത്തെ, നിന്റെ മിനിസ്ട്രിയെ, നിന്റെ സഭയെ. ഓ മരിച്ചവനെ പേര് വിളിക്കാൻ തൻ്റെ ഇടമുള്ള ഒരാൾ യേശു മാത്രമേ. ഒരു ഹല്ലേലൂയ പറയണം. നമ്മളൊക്കെ മരിക്കുന്നത് വരെ ഡാഡി, പപ്പ, മമ്മി, ആൻറ്റി എന്നൊക്കെ പറയും. ചത്ത് കഴിയുമ്പോൾ പറയും, ഡാഡി ബോഡി എപ്പോഴാണ് എടുക്കുന്നത്, ബോഡി എപ്പോഴാണ് മോർച്ചറി കൊണ്ടുവെക്കുന്നത്, മോർച്ചറിയിൽ നിന്ന് ബോഡി എപ്പോഴാണ് എടുക്കുന്നത്, ബോഡി മൊബൈൽ മോർച്ചറി വെക്കുകയാണോ പെട്ടി വെക്കുകയാണോ, മൊബൈൽ മോർച്ചറിയിൽ നിന്ന് ബോഡി എപ്പോഴാണ് പെട്ടിയിലോട്ട് മാറ്റുന്നത്, വീട്ടിലെ ശുശ്രൂഷ എപ്പോൾ തീർന്ന് ബോഡി ചർച്ചിലോട്ട് എടുക്കും, ബോഡി എപ്പോഴാണ് സെമിത്തേരിയിൽ. പിന്നെ എല്ലാം ബോഡിയാണ്. മുഴുവൻ ഡാഡി എന്താകും? ഒരു ഹല്ലേലൂയ പറയണം. നമ്മളാരും പിന്നെ തോമാച്ചനെ എപ്പോഴാ എടുക്കുന്നത് പെട്ടിന്ന്, തോമാച്ചനെ എപ്പോഴാ പെട്ടിന്ന് എടുത്ത് കല്ലറയിൽ വെക്കുന്നതൊന്നും ചോദിക്കാറില്ല. ചോദിക്കുവോ? ഹലോ. മരിച്ചവനെ പേര് വിളിക്കുന്ന ഒരാളുണ്ട്. അത് ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. യേശു എന്ന ബോഡി എന്തെന്നല്ല ചോദിച്ചേ, നിങ്ങൾ അവനെ എവിടെ വെച്ചേക്കുക? അവര് കാണിച്ചു. യേശു അടച്ചത്, ലാസറേ പുറത്തു വരാൻ പറഞ്ഞു. കെട്ടിയട ചോദിക്ക്, റൂമാല് കൊണ്ട് ചുറ്റി, ശീല പൊതിഞ്ഞ്, കൈയും കാലും കെട്ടി, കല്ല് വെച്ച് ഉരുട്ടി അടച്ചു വെച്ചേക്കുക. പ്രൈസ് ദി ലോർഡ്. പുറത്തു നിന്ന് ജീവന്റെ നാഥൻ ഒറ്റ വിളി. ഒറ്റ വിളിക്ക് അകത്ത് കിടന്നവൻ പുറത്തു വന്നെങ്കിൽ ഈ രാത്രി 4 ദിവസം പഴകിയ വിഷയമായാലും നാറ്റം വെച്ച വിഷയമായാലും ഞാൻ ഈ ദൂത് കൈമാറിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ ഉള്ളറയിൽ ജീവന്റെ ചലനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന വിശ്വസിക്കുന്നവരെ മാത്രമേ ഈ രാത്രി ദൈവത്തെ ആരാധിക്കാവൂ. ആ യേശു പിടിക്കപ്പെടുന്നു. ഗതസമനയിൽ മുഴുലോകത്തിന്റെ പാപം ഏറ്റെടുക്കും. രക്തധമനികൾ പൊട്ടി രോമകൂമങ്ങളിൽ കൂടെ രക്തം
ധാരയായിട്ട് ഒഴുകും. പ്രാർത്ഥന കഴിഞ്ഞെഴുന്നേൽക്കുമ്പോൾ ദീപട്ടിപ്പന്തങ്ങളും വടിയും വാളും കുന്തവുമായി പടയാളികൾ യൂദയുടെ നേതൃത്വത്തിൽ വരുന്ന അറസ്റ്റ് ചെയ്യുന്നു. കണ്ണൊരു ശീല കൊണ്ട് പൊതിഞ്ഞു കെട്ടുന്നു, കർണ താഞ്ഞടിക്കുന്നു, രോമം പിഴുതുപറിക്കുന്നു, മുഖത്ത് കാർക്കിച്ചു തുപ്പുന്നു. അവനെ വലിച്ചിഴച്ച് രാത്രിയിൽ കയ്യപ്പാവിന്റെ മുൻപിൽ, കന്നാവിന്റെ മുമ്പിൽ, ന്യായാധിപ സഭയുടെ മുമ്പിൽ, പീലാത്തോസിന്റെ മുമ്പിൽ, ഹേരോദാവിന്റെ മുമ്പിൽ, വീണ്ടും പീലാത്തോസിന്റെ മുമ്പിൽ ഒറ്റ രാത്രിയിൽ 6 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ട് ഒരു കുറ്റവുമില്ലാഞ്ഞിട്ടും ജനത്തിന്റെ ഇഷ്ടത്തിന് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. അവർ അവനെ കൈയേറ്റു. അവന്റെ വസ്ത്രമുരിഞ്ഞു മാറ്റി ഒരു രക്താംബരം ധരിപ്പിച്ചു. തലയിൽ 173 കൂർത്ത മുള്ളുകൾ കൊണ്ട് മെടഞ്ഞെടുത്ത ഒരു മുൾക്കിരീടം തലയിൽ വെച്ചിട്ട് കോലുകൊണ്ട് അടിച്ചുറപ്പിച്ചപ്പോൾ 53 മുള്ളുകൾ തലയോട്ട് കിഴിച്ചകത്തേക്ക് ഇറങ്ങി. ഒരു മുള്ളു കൊണ്ടാൽ മരുഭൂമിയിൽ കിടക്കുന്ന തേള് കടിക്കുമ്പോഴത്തെ വേദനയാ, കട്ടുകഴപ്പ്. 24 മണിക്കൂറല്ല, 48 മണിക്കൂർ. അങ്ങനത്തെ 53 മുള്ളുകൾ തലയോട്ട് കിഴിച്ചകത്തേക്ക് ഇറങ്ങി. രക്തം വാർന്നൊഴുകുകയാണ്. ഒരു മുള്ളു ചെന്ന് കണ്ണിനകത്തൂടെ കയറി ഒരു കണ്ണ് തള്ളി പുറത്തേക്ക് കൊണ്ടുവന്നു. മുഖം മുഴുവൻ അടിച്ച് വികൃതമായി, പുറം ചാട്ടവാറിന് ഉഴുതുമറിച്ചു. തിരിച്ചിറങ്ങി നിൽക്കുമ്പോൾ ഇവർക്ക് യേശുവാന്ന് മനസ്സിലായില്ല. കാരണം അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി. കോമളത്വമില്ല, രോഗഗുണമില്ല, കണ്ടാൽ ആകർഷിക്കത്തക്ക സൗന്ദര്യമില്ല. അവര് പറഞ്ഞു, ഇയാളെ കൊണ്ടക്കള, ആ യേശുവിനെ കൊണ്ടുവാ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇന്ന് രാത്രി PC ചെറിയാൻ പ്രസംഗിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ കയറുന്നതിന് പകരം മറ്റൊരാളാ കയറി നിന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ പടത്തിലോ അല്ലെ ലൈവിലോ എന്നെ കണ്ടിട്ടുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, ഇതാരാ, ഇളെ മാറ്റ്, PC ചെറിയാൻ കയറി വരാൻ പറ എന്ന് പറയുമ്പോൾ നമ്മുടെ സുനിൽ പാസ്വാണ് ആ മനുഷ്യനായത് എന്ന് പറഞ്ഞാൽ ആദ്യ കണ്ട രൂപം മാറിയെന്നല്ലേ അർത്ഥം? മനസ്സിലാകുന്നുണ്ടോ? കേറിപ്പോയപ്പോ കണ്ട യേശു അല്ല ഇപ്പം നിൽക്കുന്ന യേശുവിനെ കണ്ടാൽ യേശുവാന്ന് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തതുപോലെ രൂപഗുണമില്ല, കണ്ടാൽ ആകർഷിക സൗന്ദര്യമില്ല, അവൻ ആളത്വമില്ലാത്തതുപോലെ ഈ രാത്രി ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് നിന്നെ രൂപഗുണമുള്ളവനാക്കാൻ സാക്ഷാൽ ആയിരങ്ങളിൽ സുന്ദരൻ രൂപഗുണമില്ലാത്തവനായി മാറി. യേശുവിനെ കണ്ടിട്ട് പുരുഷാരത്തിന് മനസ്സിലാകുന്നില്ല എന്ന് പീലാത്തോസിന് മനസ്സിലായപ്പോ പീലാത്തോസ് ദയനീയമായി പറഞ്ഞു, അയ്യോ, ബഹളം വെക്കാതെ, നിങ്ങൾ കിടന്ന് അലമ്പുണ്ടാക്കാതെ, നിങ്ങളുടെ ആരാവാരം നിർത്ത്. ആ മനുഷ്യനായത് ഒരു സ്തോത്രം പറയണം. ഇന്ന് രാത്രിയിൽ ലോകം കണ്ട ഏക മനുഷ്യൻ, ലോകത്തെ മുഴുവൻ നോക്കി വെല്ലുവിളിച്ചൊരു മനുഷ്യൻ, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് എനിക്ക് ബോധം വരുത്താമെന്ന് ചോദിച്ച ഉലകത്തിലെ ഏക പരിശുദ്ധൻ, സ്തോത്രം പറയണം. മറ്റൊരുത്തന് രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ഈ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യവർഗത്തിന്റെ ഇടയിൽ ഒരു നാമമുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശു എന്ന ഏകനാമമാണ്. ആ മറ്റൊരു മധ്യസ്ഥനില്ല. നിന്റെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ കഴിയുന്ന ഒരു മധ്യസ്ഥനുണ്ടെങ്കിൽ, നിന്റെ വിഷയം ചുമക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അവന്റെ പേരത്രേ യേശു. യേശു യേശു കരപടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. ഈ രാത്രി അവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ഓ റബാഷ്, യോഹന്നാൻ വളരെ ഗൗരവത്തോടെ ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട ലോകത്തിലെ ഏറ്റവും വലിയ സങ്കീർണമായ ഒരു കഷ്ടാനുഭവത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട 3 ദിവസത്തെ വേദനയുടെ, യാതനയുടെ, നെടുവീർപ്പിന്റെ സംഭവങ്ങൾ ഭക്തനായ യോഹന്നാൻ 7 അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ യേശുവിനെ കുറിച്ച് മറ്റൊരു സുവിശേഷകൻ എഴുതാത്തൊരു കാര്യം എഴുതി. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്ത്രീയുടെ സന്തതിയായി ജനിക്കുമെന്ന് പറഞ്ഞൊരു മനുഷ്യനില്ലേ, ആ മനുഷ്യനായത് ഇന്ന് രാത്രിയിൽ അവൻ നിന്റെ അടുക്കലുണ്ട്. അവൻ നിന്റെ വിഷയത്തെ കാണുന്നുണ്ട്. അവൻ നിന്റെ പ്രശ്നത്തെ തൊടാൻ പോകുകയാണ്.
പരിഹരിക്കപ്പെടാൻ കഴിയാതെ നീ ഇന്ന് രാത്രി ഭാരപ്പെട്ട് ഹൃദയം കലങ്ങിയിരിക്കുന്ന വിഷയത്തെ ഇന്ന് ഞാൻ ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ തൊടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം പകലന്തിയോളം വേല ചെയ്തിട്ട് ആ കഴുത്തിലെ നുകമൊന്ന് അഴിച്ചു വെക്കാൻ കൊതിച്ചിട്ട് നുകം താത്തുവെക്കാൻ കഴിയാതെ ഒരു അടിമക്കയറ് കൊണ്ട് അമിക്കയറ് കൊണ്ട് ബന്ധിച്ചതുപോലെ ജീവിത ഭാരം ചുമക്കുന്ന തല ഉയർത്താൻ കഴിയാത്ത സ്നേഹിത സഹോദരി, നിന്റെ നുകക്കയറുകളെ അമിക്കയറുകളെ പൊട്ടിച്ച് നിനക്ക് സ്വാതന്ത്ര്യം തരുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. നരകക്കുഴിയിൽ നിന്ന്, നിത്യാഗ്നിയിൽ നിന്ന് നിന്നെ വലിച്ചെടുത്ത് ക്രിസ്തുവാകുന്ന യുഗങ്ങളുടെ പാറമേൽ നിന്റെ കാലുകളെ ഉറപ്പിച്ച് നിന്റെ വായിൽ പുതിയൊരു പാട്ട് തരുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കട്ടെ. ജീവിതം മുഴുവൻ ആരുടെയൊക്കെയോ തടവറയിൽ കിടക്കുന്നത് പോലെ ചിറകടിച്ച് പറന്നുയരുവാൻ കൊതിയുണ്ടെങ്കിലും ഒരു കിളിക്കൂട്ടിൽ അടയ്ക്കപ്പെട്ട പക്ഷിയെ പോലെ ചിറക് വീശി പറക്കാൻ കഴിയാതെ ആരുടെയൊക്കെയോ ബന്ധനങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ഏതൊക്കെയോ ജീവിതങ്ങളിൽ 17ാമത്തെ രാത്രിയിൽ യേശു സ്വതന്ത്രമാക്കാൻ പോകുകയാണ്. നീ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്ത മേഖലകളിൽ നീ ചിറകടിച്ച് പറന്നുയരുന്നത് പോലെ ഏറ്റെടുക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. ചിറകടിച്ച് പറന്നുയരുന്നത് പോലെ ചില മേഖലകളെ നീ വന്നതുപോലെയല്ല. സംതൃപ്തിയോടെ ഒരു മടക്കം. വിശ്വസിക്കുന്നവർ അഭിഷേകത്തോടെ അന്യഭാഷയിൽ എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ചില ശാപങ്ങളുടെ കെട്ടഴിയട്ടെ, ചില രോഗങ്ങളുടെ കെട്ടഴിയട്ടെ, ചില പുരാതന ശൂന്യതകൾ മാറട്ടെ, ചില ഇരുട്ടിന്റെ അധികാരങ്ങൾ മാറട്ടെ, ചില ആഭിചാരങ്ങൾ കരിയട്ടെ, ചില മന്ത്രങ്ങൾ, ചൊല്ലുകൾ, ചൊലുത്തുകൾ, പൂജകൾ, കർമ്മങ്ങൾ ഇന്ന് രാത്രിയിൽ യേശുവിൻ നാമത്തിൽ ആത്മാവിന്റെ തീക്കകത്ത് കരിഞ്ഞു മാറുകയോ. വിശ്വസിക്കുന്നവർ കരമടിച്ച് രക്തം ജയം. പരമാർത്ഥതയോടെ ദൈവത്തെ സ്തുതിച്ചേ. നീ ഇവിടെ കരമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നീ ഇവിടെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കൂടാരത്തിന്റെ ഉള്ളറയിൽ ചില പാരമ്പര്യമായ പുരാതനമായ കെട്ടുകളെ ദൈവം ഈ രാത്രി അഴിച്ചുകൊണ്ടിരിക്കുകയാ. ആ മനുഷ്യൻ പാപത്തിന്റെ മുഖമൊടിച്ച ആ മനുഷ്യൻ, കല്ലറകളെ ഭേദിച്ച് ആ മനുഷ്യൻ, ഉയർത്തെഴുന്നേറ്റ ആ മനുഷ്യൻ, ഇന്നും ജീവിക്കുന്ന ആ മനുഷ്യൻ, മനുഷ്യ നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി വഴി തുറന്നുകൊണ്ടിരിക്കുന്നു. ശൂന്യതകൾ മാറിക്കൊണ്ടിരിക്കുന്നു, കെട്ടുകൾ അടിഞ്ഞുകൊണ്ടിരിക്കുന്നു, ആഴമായ വിടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ. യെസ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കും. ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്നുള്ള കരങ്ങൾ രണ്ടും ഉയരട്ടെ. പ്രാർത്ഥന വിശ്വസിച്ച് കൊതിക്കുന്ന രണ്ട് കരങ്ങൾ ഈ രാത്രി ഉയർന്നിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗം അത് അല്പനിമിഷം കാണട്ടെ. കരം ഉയർന്നിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ. നിങ്ങളെ ഞാൻ എഴുന്നേൽപ്പിക്കുന്നില്ല. ഇവിടെ സ്തോത്ര വഴിപാട് ഉൾപ്പെടെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എഴുന്നേൽപ്പിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഹൃദയം ദൈവത്തിലേക്ക് ഉയരട്ടെ. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങ് തന്ന ആലോചന ജനത്തിന് കൈമാറി ഈ വചനം ഇവർക്ക് വേണ്ടി അതിവേഗം ഓടട്ടെ. ഇവരുടെ കൂടാരങ്ങളിൽ ചെന്ന് അഴിക്കേണ്ട എല്ലാ കെട്ടുകളും അഴിക്കട്ടെ. തുറക്കേണ്ട എല്ലാ വാതിലും തുറക്കട്ടെ. പരിഹരിക്കപ്പെടേണ്ട എല്ലാ വിഷയം പരിഹരിക്കപ്പെടട്ടെ. സൗഖ്യമാക്കേണ്ട സകല രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ.
കൂട്ടപ്പിശാച് മണ്ണിട്ട് മൂടിയ നിരവധി ഉറവകൾ ഈ ജനത്തിനായി തുറക്കപ്പെടട്ടെ. ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ. പുരാതന ശൂന്യതകൾ മാറട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുവിന്റെ നാമം ചൊല്ലി നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.